ചൈന ഒരു പിന്തുണ പാകിസ്ഥാന് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ ഒരല്പം അമ്പരന്നിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്തായിരിക്കുമെന്ന്. പക്ഷേ ചൈന ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒന്ന് കാണിച്ചെങ്കിലും റഷ്യ ഉടനെ ഓടി വന്ന് ചൈനയോട് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്നുള്ളൊരു താക്കീത് നൽകിയിട്ടുണ്ട്. കാരണം റഷ്യ നൽകിയ ആയുധങ്ങൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ചൈന പാകിസ്ഥാന് കൈമാറുകയാണെങ്കിൽ അതേ ആയുധങ്ങൾ അല്ലെങ്കിൽ അതേ വിമാനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കറിയാം സുഖോയ് Su-35 ഒക്കെ റഷ്യയുടെ സുഖോയ് Su-35 ഒക്കെ ഇന്ത്യയുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വേറൊരു രീതിയിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കൃത്യമായി പാകിസ്ഥാൻ അറിയാൻ സാധിക്കും എന്നതാണ്. അതുകൊണ്ട് കൂടി റഷ്യ പറയുകയാണ് ചൈനയോട് അതുകൊണ്ട് വലിയൊരു സഹായം ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ളത്. ഈ റഷ്യ പറയുന്നതിനെ ചൈന എത്രത്തോളം അംഗീകരിക്കാനാണ് സാധ്യത? ചൈന അതിന് വില കൊടുത്തേ മതിയാവത്തുള്ളൂ. കാരണം റഷ്യ പറയുന്നതിനകത്ത് ചൈന കേട്ടേ മതിയാവത്തുള്ളൂ. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു യുദ്ധം ഇപ്പൊ വന്നിരിക്കുന്ന ഒരു യുദ്ധത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യം ഇന്ത്യയുടെ കൂടെ നിൽക്കും, ഏതൊക്കെ രാജ്യം ചൈനയുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ലോകത്ത് ആരോട് ചോദിച്ചാലും ചൈന ഇന്ത്യയുടെ കൂടെ നിൽക്കും, ഏതൊക്കെ രാജ്യം പാകിസ്ഥാന്റെ കൂടെ, ചൈനയുടെ കൂടെ പാകിസ്ഥാന്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞു. ആരോട് ചോദിച്ചാലും എത്ര നിക്കത്തില്ലെന്ന് പറഞ്ഞാലും ചൈന പാകിസ്ഥാന്റെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അത് ഇന്ത്യക്കും അറിയാം. അത് പരസ്യ നിലപാടെടുത്തിട്ടില്ലെങ്കിൽ രഹസ്യമായിട്ട് വേണ്ട സഹായങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കും. കാരണം അത് ചൈനയോടുള്ളതല്ല, ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള പ്രശ്നവും അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് അവര് ഈ ബന്ധം വെച്ചേക്കുന്നതിന്റെ കാരണവും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട് നിൽക്കുന്ന കാരണവും എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നാശമാക്കുന്നതിന് വേണ്ടി ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അവർക്ക് പാകിസ്ഥാനുമായിട്ട് ത്രട്ടില്ല. കാരണം പാകിസ്ഥാൻ ഒരിക്കലും രക്ഷപ്പെടുന്ന രാജ്യമല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏതൊക്കെ രാജ്യം ഇന്ത്യയുടെ കൂടെ, ഏതൊക്കെ രാജ്യം പാകിസ്ഥാന്റെ കൂടെ. ഇപ്പൊ ചൈനയും തുർക്കിയെ നിൽക്കത്തുള്ളൂ. തുർക്കി കഴിഞ്ഞ ദിവസം എൽദോഗൻ ആദ്യത്തെ ദിവസം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ അനുകൂലമായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എൽദോഗന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവിടെ നിന്നും കാർഗോ വിമാനത്തിൽ അവിടെ വിമാനം വന്നിറങ്ങിയെന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ ആയുധങ്ങൾ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം കൊടുത്തോ കൊടുത്തില്ലെന്നല്ല, കൊടുത്തിട്ടില്ല, കൊടുക്കാനൊക്കത്തില്ല. കാരണം നാറ്റോ രാജ്യത്തിനകത്ത് ആ രാജ്യം ഇതിന് യുദ്ധത്തിന് മുമ്പ് എന്തെങ്കിലും കൊടുത്തെങ്കിലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കൊടുത്തോന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു വിമാനം അവിടെ വന്നിട്ടുണ്ട്. യുദ്ധത്തിന് ശേഷം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നാറ്റോ രാജ്യം എന്നുള്ള രീതിയിൽ ഒരു ദാനം കൊടുക്കാനൊക്കത്തില്ല. ഈ തുർക്കി തന്നെ ഈ പറയുന്നത് പോലെ ഇറാനെ സഹായിക്കുന്നതിനും പ്രോക്സി ഗ്രൂപ്പുകളെ സഹായിക്കുന്നതിനും വേണ്ടി അവർക്ക് താല്പര്യമില്ല. നാറ്റോ രാജ്യമായിട്ട് സഹായിക്കാൻ പറ്റത്തില്ല. നാറ്റോ രാജ്യം എന്ന് പറയുന്ന രാജ്യത്തിന് അങ്ങനെ കുഴപ്പമില്ല. നാറ്റോ രാജ്യത്തെ ഏതെങ്കിലും വെളിയിൽ നിന്ന് രാജ്യം ആക്രമിച്ചാൽ ഒന്നിച്ച് രാജ്യങ്ങൾ ഉൾപ്പെടെ അവരെ തിരിച്ചാക്രമിക്കും. അവരുടെ അനുവാദമില്ലാതെ വേറൊരു രാജ്യത്തിനകത്ത് കടന്നു കയറാനോ അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കാനോ വേറെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ സഹായിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ അതങ്ങനെ നിൽക്കുന്നു. പിന്നെ ചൈനയുടെ കാര്യമാണ്. ചൈനയുടെ കാര്യം എന്ന് പറഞ്ഞാല് ചൈനയ്ക്ക് ഈ ഇന്ത്യയുമായിട്ടുള്ള ബന്ധമൊന്നും അങ്ങനെ വെട്ടിമുറിക്കാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ കയറ്റിമറക്ക് ഇതൊക്കെ ഉള്ള രാജ്യമാണ് ഇപ്പം ഇത്. പിന്നെ നമ്മളെ നന്നായി കിടക്കണമെന്നും താല്പര്യമില്ല. അപ്പൊ പാകിസ്ഥാന് വേണ്ട സഹായം എന്തുവായാലും യുദ്ധം തുടങ്ങിയാലും അവർ ചെയ്യും. പരസ്യമായിട്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് ഒരു പ്രസ്താവന ഇറക്കിയപ്പോഴാണ് റഷ്യ പറഞ്ഞത് അവിടെ നിന്നാട്ട്, അങ്ങനെ ആവശ്യമില്ലാത്ത പ്രസ്താവനയൊന്നും വേണ്ട. കാരണം ഇതിനകത്ത് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പാകിസ്ഥാനും ചൈനയും തമ്മിൽ രഹസ്യമായിട്ട് ഒരു സംസാരം ഉണ്ടായി എന്ന് റഷ്യ അറിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അവർ സംസാരത്തിനകത്ത് എന്ന് പറഞ്ഞാൽ S-400 എന്ന് പറഞ്ഞ മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇപ്പം. അത് റഷ്യയുടെ കയ്യിലാണ് ഉള്ളത്. അത് നമ്മുടെ കയ്യിൽ റഷ്യ നമുക്ക് തന്നിട്ടുണ്ട്, ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്, തുർക്കിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ തുർക്കിയും ചൈനയും ആണല്ലോ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് രണ്ടുമാണല്ലോ പാകിസ്ഥാനോട് അടുപ്പമുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കകത്ത് ഈ പറയുന്ന X-4 പ്രതിരോധ സംവിധാനത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഏതൊക്കെ മിസൈലുകളെ ഇത് പ്രതിരോധിക്കാതിരിക്കും, ഏതൊക്കെ ആയുധങ്ങളെ ഇതിനെ മറികടന്ന് പോകാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള രഹസ്യ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് ഈ ചൈന പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു കരാറ് പാകിസ്ഥാനുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്ത വെളിയിൽ വരികയും അത് റഷ്യ അറിയുകയും റഷ്യ വിളിച്ച് തക്കതായ താക്കീത് ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പണിക്ക് നിന്നാൽ S-400 എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അല്ലെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കുന്നു, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അത് ഏതൊക്കെ ആയുധങ്ങളെ പ്രതിരോധിക്കും, ഏതൊക്കെ മിസൈലുകൾ അതിനെ തടയാതിരിക്കാൻ സാധിക്കും, അതിന്റെ ഗുണങ്ങളും അല്ലെങ്കിൽ ദോഷങ്ങളും ഈ രണ്ട് കാര്യവും അതില്ലാത്ത ഒരു രാജ്യത്തിന് പകരുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ അല്ലെങ്കിൽ അത് വലിയ കുഴപ്പത്തിലേക്ക് വരും. കാരണം അത് അനുസരിക്കാതിരിക്കാൻ ചൈനയ്ക്ക് പറ്റത്തില്ല. ചൈന എന്ന് വെച്ചാൽ നാളെ കാലത്ത് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ
ഈ പറയുന്ന റഷ്യയിൽ നിന്നുള്ള ടെക്നീഷ്യൻസിന്റെ ആവശ്യം കൂടി അതിന് വരും. അപ്പം ആ രീതിയിലൊക്കെ ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നലെ കണ്ടല്ലോ, ഒരു വാർത്ത കണ്ടു കാണുമല്ലോ, ഇന്നലെ കണ്ടു, നമ്മുടെ വിദേശകാര്യ വക്താവ് അവിടെ ചെന്നപ്പോൾ റഷ്യയുടെ വിദേശകാര്യ വക്താവ് പരസ്യമായിട്ട് പറയുന്നതിന് തയ്യാറായി, ഇന്ത്യക്ക് ഒരു യുദ്ധം ഉണ്ടാവുകയും സൈനിക ബലത്തിന് വേണ്ടി റഷ്യയുടെ ആവശ്യം വന്നാൽ ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ ഇറങ്ങി യുദ്ധം ചെയ്യും. തർക്കമില്ലാതെ ആ പറച്ചിനകത്ത് ഒരു കാര്യമുണ്ട്, ചൈന മര്യാദക്ക് ഇരുന്നോണം. കാരണം അതും ആ രീതിയിൽ പറയാതിരിക്കാനും പറ്റത്തില്ല. കാരണം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യ വാങ്ങിച്ചിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. അപ്പൊ റഷ്യക്ക് ഇന്ത്യയുമായിട്ട് അതുപോലെ ബന്ധമുണ്ട്. അപ്പൊ അതേ രീതിയിലേക്കാണ്. അപ്പം ഇന്നലെ അതുപോലെ ഈ F-400 വിമാനം, ഈ നേരത്തെ അല്ലെ F-400 സംവിധാനത്തിനകത്ത് ഈ രീതിയിൽ താക്കീത് കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഈ F-400 സംവിധാനം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന്റെ S-500 ഇപ്പം റഷ്യയുടെ കയ്യിലുണ്ട്. അത് അവര് ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്തെന്ന് പറയിട്ടില്ല, എന്നാലും അവർ വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം S-400 എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഈ ചൈനയ്ക്ക് താക്കീത് റഷ്യ കൊടുത്തതിന് ശേഷം ഈ ഖത്തർ തുറമുഖത്ത് നിന്ന് അവിടെ ഈ നേരത്തെ F-16 എന്ന് പറയുന്ന വിമാനമുണ്ട്, ഈ അമേരിക്ക കൊടുത്തത് F-16 വിമാനങ്ങൾ. ഇപ്പൊ ആരുടെയും ഉള്ളതിനകത്ത് വെച്ച് അമേരിക്ക കൊടുത്തതിനകത്ത് ഏറ്റവും വലിയ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വിമാനത്തിനകത്ത് ഒന്നാണ് F-16 വിമാനങ്ങൾ ഈ പറയുന്ന ഖത്തർ തുറമുഖത്ത് കിടക്കുകയായിരുന്നു. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇത് മൊത്തം എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഏറ്റവും എളുപ്പത്തിൽ ഈ S-400 ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന വിമാനങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന വിമാനങ്ങളായത്. ഇതും എടുത്തോണ്ട് പണ്ടാരോടങ്ങി എങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിയത്തില്ല, എങ്ങോട്ടോ എടുത്തോണ്ട് ഓടിയിട്ടുണ്ട് ഈ പാകിസ്ഥാൻ. അപ്പം മാത്രമല്ല, ഈ ആയുധങ്ങൾ കൊടുക്കരുത് അല്ലെങ്കിൽ സഹായിക്കും എന്നുള്ള ധാരണ, അല്ലെങ്കിൽ സഹായിക്കും ചൈന എന്നുള്ള കാര്യം റഷ്യക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം മിസൈലും കൊടുത്തു. മിസൈൽ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ PL-15 അല്ലെങ്കിൽ 15 എന്ന് പറയുന്ന മിസൈലുകളാണ് കൊടുത്തത്. എയർ ടു എയർ, അത് ഏതാണ്ട് 200 കിലോമീറ്റർ എയർ ടു എയർ പോകുന്ന മിസൈലുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇപ്പൊ വരുന്ന ഏറ്റവും അടുത്ത് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ അതിർത്തികളിൽ ഈ പോർ വിമാനങ്ങൾ ഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അതായത് സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തയ്യാറെടുപ്പിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നു. അന്താരാഷ്ട്ര ഏജൻസി അല്ലെങ്കിൽ ആഭ്യന്തര വിദഗ്ധന്മാര് അല്ലെങ്കിൽ പ്രതിരോധ വിദഗ്ധന്മാര് പറയുന്നത് ഇത് ഇന്ത്യയെ യാതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല, ഇന്ത്യക്ക് അതിനെ മറികടക്കുന്ന വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ചൈന സഹായിച്ചു തുടങ്ങി, ചെറുതായിട്ട് ഇച്ചിരിയൊക്കെ സഹായിച്ചു തുടങ്ങി. എന്തെങ്കിലും സഹായിക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം ഈ രീതിയിലേക്ക് വെല്ലുവിളി നടത്തുന്നതിനും അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനും അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് രാജ്യത്തെ യുദ്ധസജ്ജമാണെന്ന് പറയിക്കുന്നതിന്റെയും ഒക്കെ പുറകിലും, അല്ലെങ്കിൽ ഒരു യുദ്ധം അനിവാര്യമാണ്, അത് എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവും ഒക്കെ ചൈനയുടേത് കൂടാണ്. അപ്പൊ ചൈന ആഗ്രഹിക്കുന്നുണ്ട് പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാവണം. അത് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ നാശനഷ്ടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനും ഒക്കെ അത് തടസ്സമാകും. ആ തടസ്സം അവർക്ക് ഗുണമാകും. ഇന്ത്യ ഇങ്ങനെ വളർന്നു പോയാൽ ഇപ്പൊ ഈ താരിഫിന്റെ വിഷയവും അമേരിക്കയുടെ ഇടപെടലും ചൈനയ്ക്കെതിരെയുള്ള നീക്കവും ഒക്കെ അവരുടെ മാനുഫാക്ചറിങ്ങിലും അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്കും ഒക്കെ തടസ്സമായിട്ട് വരും. അപ്പൊ സ്മൂത്ത് അങ്ങ് പോയാൽ ഈ താരിഫിന്റെ വിഷയം അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഗുണം ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിലും ഇന്ത്യക്ക് കിട്ടും. അപ്പൊ ഒരു യുദ്ധമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അതിനൊരു കുറച്ച് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും. ആ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയം കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാം. അതുകൊണ്ടാണ് യുദ്ധം ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മുടെ വളർച്ചയെ അല്ലെങ്കിൽ നമുക്ക് ഏത് സമയവും നമ്മളെ ആക്രമിക്കുന്നതിനും ഒക്കെ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു രാജ്യവും അതിന് സാധ്യതയുള്ളപ്പോഴൊക്കെ നമ്മളെ ആക്രമിച്ചിട്ടുള്ള രാജ്യവുമാണ് ചൈന. ഇപ്പം നമ്മളോട് സൗഹൃദം കൂടാൻ വരുന്നതെന്ന് പറഞ്ഞാൽ പഴയതുപോലെ നമ്മളുടെ അടുത്ത് ആക്രമിക്കാനോ അല്ലെങ്കിൽ വിരട്ടിയാൽ വിരളുന്ന ഒരു അവസ്ഥയിലേക്കല്ല. ഏതാണ്ട് ചൈനയുടെ കൂട്ട് തന്നെ അല്ലെങ്കിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാകുന്നു, ലോകം മൊത്തം ആശ്രയിക്കുന്ന രാജ്യമാകുന്നു, ലോകത്തിന് മൊത്തം ഇന്ത്യ വേണ്ടതായിട്ടുള്ള വരുന്നു. അപ്പൊ ഇന്ത്യയെ ആക്രമിച്ചാൽ, ഇന്ത്യയോട് മസിലി പിടിച്ചാൽ ചൈനയ്ക്ക് ഗുണമാകുന്ന ഒരു അവസ്ഥയില്ല. എന്നാൽ ആ സമയത്ത് തന്നെ നമ്മളുടെ താഴ്ചയ്ക്കും അല്ലെങ്കിൽ നമ്മളുടെ ഇല്ലായ്മയ്ക്കും ശ്രമിക്കുന്നതുകൊണ്ട് അതിന് നിൽക്കുന്ന രാജ്യത്തെ കൂട്ടുപിടിച്ച് വേണ്ട സഹായമെല്ലാം ചെയ്യുന്നു. അതിനാണ് ഈ പറയുന്ന യുദ്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനെ ഉപയോഗിക്കുന്നത്, ബംഗ്ലാദേശിനെ ഉപയോഗിക്കുന്നത്, ഏത് രീതിയിലും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചൈനയാണെന്ന് കണ്ടാണ് ചൈനയുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തും അല്ലെങ്കിൽ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റാത്ത സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള റഷ്യ പറഞ്ഞത് ഇന്ത്യക്കെതിരെയുള്ള നീക്കം
നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വേണ്ട, അത് നടക്കത്തില്ല, ഞങ്ങൾ അനുവദിക്കത്തില്ല, ഞങ്ങളുടെ S-400 പോലെയുള്ളതിന്റെ അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൊടുക്കുവാൻ പാടില്ല, ആവശ്യമില്ലാത്ത സഹായം ചെയ്യുവാൻ പാടില്ല. അങ്ങനെ സഹായം ചെയ്താൽ ഈ പറയുന്നത് പോലെ പഴയ ഒരു സൗഹൃദം മാറ്റിവെച്ചിട്ട് ഓപ്പൺ ആയിട്ട് വേണ്ടി വന്നാൽ ഇന്ത്യയുടെ കൂടെ യുദ്ധം ചെയ്യേണ്ടി വരും റഷ്യക്ക്. റഷ്യ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത്തരത്തിലുള്ള ബന്ധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും F-16 എന്ന് പറയുന്ന അമേരിക്ക ഈ അല്ലെങ്കിൽ ഭീകരവാദികളെ അല്ലെങ്കിൽ തീവ്രവാദികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് മാത്രം ഉപയോഗിക്കാമെന്ന് കൊടുത്ത വിമാനവും ഒക്കെ ഖത്താർ പോർട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. S-400 ഡീറ്റെയിൽസ് യാതൊരു കാരണവശാലും കിട്ടത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആകെ കൊടുത്ത മിസൈലുകൾ അല്ലെങ്കിൽ F-15 എന്ന് പറയുന്ന 5 എന്ന് പറയുന്ന മിസൈൽ തൊടുത്ത് അതിർത്തിയിൽ വിമാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട്. അപ്പം റഷ്യ താക്കീത് നൽകിയിട്ടുണ്ട്, ചൈനയ്ക്ക് ആവശ്യമില്ലാതെ സഹായിച്ചാൽ ഇന്ത്യയെ ആവശ്യമില്ലാതെ ദ്രോഹിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ പരസ്യമായിട്ട് ഇന്ത്യയുടെ കൂടെ യുദ്ധം ചെയ്യുന്നതിന് റഷ്യയും ഉണ്ടാകും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്.